ഇപ്പോഴേതായാലും നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിൽ പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സിനിമാ താരം അലക്സാണ്ടർ കൂടി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നവകേരള സദസ്സ് എന്ന ഈ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു പരിപാടി കാണുന്നത്? വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കാണുന്നത്. കാരണം പൊതുജനത്തിന് നമ്മളുടെ നിയമസഭാധികരെ മന്ത്രിമാരെയും നേരിട്ട് കാണാനും നേരിട്ട് സംസാരിക്കാനുമുള്ള അവസരങ്ങൾ കിട്ടാറില്ലല്ലോ. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള പോലെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നു, നമ്മൾ എം.എൽ.എ കാണുന്നു, കാര്യങ്ങൾ അറിയിക്കുന്നു, സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു. എന്നാൽ ഇത് നേരിട്ട് കാണുവാനും നേരിട്ട് ചർച്ച ചെയ്യുവാനും എങ്ങനെയാണ് ഈ സിസ്റ്റം സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് ഈ സിസ്റ്റം നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നേരിട്ട് മനസ്സിലാക്കുവാനും കിട്ടുന്ന ഒരു അവസരമാണ്. കുറേ കൂടെ പ്രാദേശികമായ വിഷയങ്ങൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്നൊരു വലിയ അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും എത്ര വലിയ തടസ്സങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായാലും അഭൂതപൂർവമായ ജനത്തിരക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയം പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടോ? എങ്ങനെയാണ്? എന്തായാലും ഇന്ന് പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുകയാണല്ലോ. ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനത്തെ ഒരു സദസ്സിലല്ലാതെയും എനിക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാരുടെ അങ്ങനെ സാഹചര്യങ്ങൾ കിട്ടാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പറയാമെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ നവകേരള സദസ്സിൻ്റെ ഓരോ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടങ്ങളിലുള്ള പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എനിക്ക് ഇന്ന് കുമളിയിൽ മമ്മൂക്ക സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്തണം. അപ്പോൾ ഇവിടുത്തെ ഇതിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാം. ഇന്നലെ തിരുവല്ലയിലുണ്ടായിരുന്നു, പക്ഷേ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മിസ്സാക്കരുതെന്ന് തോന്നി അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത്.